കെ.ബി. ഗണേഷ് കുമാർ ആന്റണി രാജു തർക്കത്തിൽ മുന്നണി നേതൃത്വത്തിന് അതൃപ്തി. വിവാദം അനാവശ്യമെന്നും ഇപ്പോൾ ഇടപെടേണ്ട ആവശ്യമില്ലെന്നുമാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വിഷയത്തിൽ ഗണേഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകില്ല. ആന്റണി രാജുവും കൂടുതൽ പ്രതികരണത്തിന് മുതിരില്ല. വി അരുൺ ചേരുന്നു. അരുൺ, ഇത് മറ്റൊരു തലത്തിലേക്ക് പോകുന്നു കാര്യങ്ങൾ എന്ന് മനസ്സിലായപ്പോൾ സ്വാഭാവികമായിട്ടുമുള്ള പ്രതികരിക്കരുത് എന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാനാണോ സാധ്യത? ധന്യ, മന്ത്രിസഭയിലെ മാറ്റം, അതായത് രണ്ട് മന്ത്രിമാർ മാറി പുതിയ രണ്ട് മന്ത്രിമാർ മുന്നണി ധാരണ പ്രകാരം മന്ത്രിസഭയിൽ എത്തിയത് വളരെ അനായാസം പൂർത്തിയാക്കാൻ ഇടതുമുന്നണി കഴിഞ്ഞിരുന്നു. അതായത് ഒരു തർക്കവും അല്ലെങ്കിൽ സാധാരണഗതിയിലൊക്കെ ഒരു തദ്ദേശ സ്ഥാപനത്തിൽ പോലും ഒരു അധ്യക്ഷ സ്ഥാനം മാറിക്കൊടുക്കാനുണ്ടാകുന്ന തർക്കം, ബഹളം നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുള്ളതാണ്. അതൊന്നും ഉണ്ടാകാതെ വളരെ അനായാസം രണ്ട് മന്ത്രിമാരെ മാറ്റി രണ്ട് മന്ത്രിമാർ ഒരു മാസം കഴിയുകയാണെങ്കിൽ പോലും കൃത്യമായി തന്നെ മന്ത്രിസഭയിലേക്ക് എത്തുന്നു. അത്തരത്തിൽ ഒരു തർക്കമോ അല്ലെങ്കിൽ പിണക്കങ്ങളോ ഒന്നും മുന്നണിയിൽ ഉണ്ടാകുന്നില്ല. മന്ത്രിസ്ഥാനം ആഗ്രഹിച്ച മറ്റ് ഘടകകക്ഷികളുണ്ടെങ്കിലും അവരും നിശബ്ദം മുന്നണി നേതൃത്വത്തിന്റെ തീരുമാനത്തോട് യോജിച്ചു. അതുതന്നെയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് തികച്ചും അനാവശ്യമായി രണ്ട് പുതിയ മന്ത്രിയും പഴയ മന്ത്രിയും തമ്മിൽ തർക്കമുണ്ടായി എന്നുള്ളത് മുന്നണി നേതൃത്വത്തെ അലോസരപ്പെടുന്നത്. അത് അനാവശ്യമെന്ന വിലയിരുത്തലാണ് മുന്നണി നേതൃത്വത്തിനുള്ളത്. കെ.ബി. ഗണേഷ് കുമാറിന്റെ പരാമർശങ്ങൾ മുന്നണി മര്യാദ ലംഘനമാണെന്നായിരുന്നു ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലൂടെ ആന്റണി രാജു തുറന്നടിച്ചത്. അപക്വമായ സമീപനമാണ്, ക്രെഡിറ്റ് നേടാനുള്ള അപക്വമായ സമീപനമാണ് ഉണ്ടായത്. KSRTC ശമ്പളം 1-ാം തീയതി നൽകാനുള്ള വെല്ലുവിളി ഏറ്റെടുക്കാൻ ഗണേഷ് തയ്യാറാകുമോ എന്നും ആന്റണി രാജു ചോദിച്ചു. ഗണേഷ് കുമാർ പറഞ്ഞത് KSRTCയുടെ വരുമാന ചോർച്ച തടയും. അതായത് ഈ മന്ത്രിയായ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴായിരുന്നു വരുമാന ചോർച്ചയുണ്ട്, വരുമാന ചോർച്ചയുള്ളതുകൊണ്ടാണ് KSRTCയുടെ വരുമാനവും ചെലവും പലരും പറയാറുണ്ട്. എന്നാൽ ഈ വരവ് എങ്ങനെ ചോർന്നു പോകുന്നു, വരുമാനം എങ്ങനെ ചോർന്നു പോകുന്നുവെന്ന് കണ്ടെത്തും, അത് പരിഹരിക്കും. വരുമാന ചോർച്ചയുണ്ട് എന്നുള്ളത് വസ്തുതയായിരുന്നു കെ.ബി. ഗണേഷ് കുമാറിന്റെ പരാമർശം. ഏതായാലും ഈ രണ്ട് പരാമർശങ്ങളും അനവസരത്തിലും അപക്വവുമാണെന്നാണ് മുന്നണി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കാരണം ഈ മന്ത്രി മാറി മറ്റൊരു പാർട്ടിയുടെ മന്ത്രിയാണെങ്കിൽ പോലും അത് മുന്നണിയുടെ ഭാഗമാണ്, അതിന്റെ തുടർച്ചയാണ്, സർക്കാരിന്റെ തുടർച്ചയാണ്. അവിടെ ഇത്തരമൊരു പരാമർശത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അതിന് മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ആന്റണി രാജു മന്ത്രിസ്ഥാനം മാറുന്നതിന് മുമ്പ് ചില സ്ഥലം മാറ്റങ്ങൾ നടത്തിയിരുന്നു. അതും അനാവശ്യമെന്ന വിലയിരുത്തൽ മുന്നണി നേതൃത്വത്തിലുണ്ട്. ഏതായാലും നടത്തിക്കഴിഞ്ഞ സ്ഥിതിക്ക് അതിൽ തിരുത്തലൊന്നും ഉണ്ടാകില്ല. പകരം ഇത്തരം വിവാദ പരാമർശങ്ങൾ ഇരുകൂട്ടരും നടത്തരുത് എന്നൊരു പരോക്ഷ നിർദ്ദേശമാണ്. ഈ ഘട്ടത്തിൽ മുന്നണി നേതൃത്വം ഇടപെട്ട് ആരെയും തിരുത്താനോ അല്ലെങ്കിൽ വിവാദം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടാനോ ഒന്നും പോകില്ല. പകരം അനവസരത്തിലുള്ള അപക്വമായ പരാമർശങ്ങൾ അത് ഇനി തുടരേണ്ട എന്നൊരു അഭിപ്രായം മുന്നണി നേതൃത്വത്തിലുണ്ട്. അത് രണ്ടുപേരും അറിയിക്കില്ല, പക്ഷേ രണ്ടുപേരും അത് മനസ്സിലാക്കുന്നു. കെ.ബി. ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് ഇനിയൊരു പ്രതികരണ വിഷയത്തിൽ ഉണ്ടാകാനിടയില്ല, വിവാദങ്ങൾക്കില്ല എന്ന നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നത്. ആന്റണി രാജുവും കെ.ബി. ഗണേഷ് കുമാർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ മറുപടി പറഞ്ഞു പോയതാണ്. അതിനപ്പുറത്തേക്ക് ഇനി ഒരു വിവാദത്തിനില്ല നിലപാട് ആന്റണി രാജുവും സ്വീകരിക്കുന്നു. ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിന് അപ്പുറത്തേക്ക് മറ്റാരോടും ഇക്കാര്യം പ്രതികരിക്കാൻ ആന്റണി രാജു ഇതുവരെ തയ്യാറായിട്ടില്ല. ഇനിയും അദ്ദേഹം വിഷയത്തിൽ വിവാദ പരാമർശങ്ങളുമായി മുന്നോട്ട് പോകില്ല. വിവാദം ഇവിടെ അവസാനിപ്പിക്കണമെന്നൊരു പൊതുധാരണ മുന്നണിയിലുണ്ട്. അത് മനസ്സിലാക്കിയാണ് ഇരു നേതാക്കളുടെയും തുടർന്നുള്ള സമീപനം. ശരി, നന്ദി അരുൺ.